Assalamualaikum dear friends and once again welcome back to Arif Home Cooking and Vlogs. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്പൊ എല്ലാവരുടെ വീടുകളിലും ചക്ക ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചക്ക വെച്ചിട്ടുള്ളൊരു മുറുക്കാണ് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചക്കച്ചുളകൾ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ചവണിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ എടുത്തതാണ്. ഇനി ഇതിൽ നിന്നും നമ്മൾ ഇത്രയും ചക്ക എടുക്കുന്നില്ല. ഇതിൽ നിന്നൊരു 12 ചുള മാത്രമാണ് നമ്മൾ മുറുക്കുണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 12 പീസ് ചക്കച്ചുള ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ഗ്ലാസ് അളവിനും താഴെ മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോയതാണ്. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് അളവിനും താഴെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ നമ്മൾ ചക്കച്ചുള നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ പൊടി ഒരിക്കലും ചേർക്കരുത്. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പൊടിയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഒരു 1.5 കപ്പ് അളവോളം അരിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുറുക്കിന് എരിവ് ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് ഒരൽപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ട് ഇനി അതിനൊരു മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് നന്നായിട്ട് തന്നെ കുഴഞ്ഞു വരണം. അപ്പൊ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് ചാലിച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം കൊണ്ട് തന്നെ ബാക്കി ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണമായിരുന്നു. പക്ഷെ ഞാനത് വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. നമുക്കിനി സേവനാഴി എടുക്കാം. സേവനാഴി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സ്റ്റാറിന്റെ അച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിൽ നമ്മൾ എപ്പോഴും ഇടിയപ്പത്തിന്റെ അച്ചാണ് ഇടാറ്. അതുകൊണ്ട് ഞാൻ ഇടിയപ്പത്തിന്റെ അച്ച് മാറ്റിയിട്ട് സ്റ്റാറിന്റെ അച്ച് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റാറിന്റെ അച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മുറുക്കി അടയ്ക്കുക. ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തടവി കൊടുക്കണം. മാവ് ഇതിന്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി സേവനാഴിക്കുള്ളിലേക്ക് മാവ് നിറച്ച് കൊടുക്കണം. മാവ് നിറച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ അടച്ച് മുറുക്കിയെടുക്കാം. നമ്മൾ സേവനാഴിയിലേക്ക് മാവ് നിറയ്ക്കുമ്പോൾ തന്നെ ഈ സ്റ്റാറിന്റെ അച്ചിലൂടെ ഈ മാവ് സ്റ്റാറിന്റെ ആ ഒരു ഷേപ്പിൽ താഴേക്ക് വരുന്നത് കാണാം. അതുകൊണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. സേവനാഴി വെക്കുക. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനുള്ളൊരു പാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ചീനച്ചട്ടിയോ എന്തെങ്കിലും അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കുക. ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയും ചൂടായതിനു ശേഷം മാവൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ മാവ് ചുറ്റിച്ചു കൊടുക്കണം. നമ്മൾ മാവ് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം മാത്രം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ മുറുക്കിന്റെ ഒരു ഭാഗം ഫ്രൈ ആയി വരുന്നതാണ്. ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ
നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ആ ഭാഗവും നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിവിടെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മുറുക്ക് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പുരട്ടി കൊടുക്കണം. എന്നിട്ട് ശേഷം മാത്രമേ നമ്മൾ മാവിടാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മാവ് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പം മാവ് ഇറങ്ങി വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് തടവി കൊടുക്കുന്നത്. മുന്നേ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ എണ്ണയിലേക്ക് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയി വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഫ്രൈ ആയി കിട്ടിയാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുറുക്കാണിത്. ഇതിപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത സമയത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു മുറുക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഫുള്ള് മാവിലും നമ്മളിവിടെ മുറുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള മുറുക്കാണിത്. അത് നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ച് വെച്ചതാണ്. ഇന്നിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുത്തതാണിത്. പിറ്റേ ദിവസം എടുത്തപ്പോഴും മുറുക്കിന് ഒരു തണുപ്പും ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ചക്ക മുറുക്ക്. അപ്പോൾ എല്ലാവരും ചക്ക കൊണ്ടുള്ള ഈ മുറുക്ക് തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.